രാവിലെ തന്നെ ചെറിയ ഒരു കാലാവസ്ഥയിൽ മാറ്റം കണ്ടു. ഏതൊക്കെയാലും വളരെ ഒരു ലോങ് ക്യൂ ഇവിടെയുണ്ട്. എൻ്റെ വോട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഏത് പ്രതിസന്ധിയിലും കേരള ജനതയെ ചേർത്ത് പിടിച്ച ഇടത് സർക്കാരിന് ഇവിടെയുള്ള ജനങ്ങൾ, കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ തീർച്ചയായും ഈ സർക്കാരിനെ ഹൃദയത്തിൽ സൂക്ഷിക്കും. മാത്രമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ജനതയും ഇടതുപക്ഷത്തിനെ ചേർത്ത് പിടിക്കും. ഒരു തുടർഭരണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഈ ഭരണത്തിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കേണ്ടത് മധ്യ കേരളമാണ്. മധ്യ കേരളം കൂടെ നിൽക്കുന്ന ആരുടെ കൂടെ നിൽക്കുന്നോ അവർക്ക് ഭരണത്തിലേക്ക് എത്താമെന്നുള്ളൊരിതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഉള്ളപ്പോൾ കേരള കോൺഗ്രസ് വിജയം ഒരു നിർണായകമാണ്. അപ്പോൾ മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടിക്ക് എത്രയാണോ ലഭിച്ചത് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് വിജയിച്ച് മുന്നേറും. അത് വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു മുന്നേറ്റമായിരിക്കും. കേരള സംസ്ഥാനത്തുടനീളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിച്ചത് ഇടത് സർക്കാരാണ്. തീർച്ചയായും ആ ഇടത് സർക്കാരിനെ കേരള ജനത മുന്നേറ്റമുണ്ടാക്കും. അത് തുടർഭരണത്തിലേക്ക് കേരള സംസ്ഥാനം പോകും. അത് ഏതൊക്കെയാലും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം പാലായിലെ ജനങ്ങളിലുണ്ട്. അതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്നു. അവിടെയൊക്കെ ഞാൻ കാണുന്നത് അനുകൂലമായ ഒരു പ്രതികരണമാണ് ഇടതുപക്ഷത്തിനോടൊപ്പം ഉള്ളത്. അല്ല, അതിനകത്ത് ഒരു കാരണം ഒന്ന്, രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് ഇന്ന് എൻ്റെ പിതാവ് അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസമാണ്, മാനിസാറിൻ്റെ ഓർമ്മ ദിവസമാണ്. 7 വർഷക്കാലം മുമ്പ് ഇതുപോലെ ഒരു ദിവസമാണ് ഈ നാടിൽ നിന്ന് വിട പറഞ്ഞത്. പ്രത്യേകിച്ച് പാലക്കാരെ സംബന്ധിച്ചുള്ളൊരു വികാരമാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു അനുസ്മരണമായിട്ട് ഒരു പ്രാർത്ഥന ഇട്ടപ്പോൾ അതിനെതിരെ സൈബർ അറ്റാക്ക് വ്യക്തിഗത ചെയ്തുകൊണ്ട് ഇടുക എന്ന് പറയുന്നത് എത്ര മോശമായൊരു ചിന്താഗതിയാണ് ഈ എതിരാളികൾക്ക്. അല്ലെങ്കിൽ എന്താണ് മാനിസാറിനോടല്ല അച്ചാച്ചനോട് ഇത്ര വിരോധം എന്ന് കാരണം നമുക്കറിയാം. അത് എന്താണ് അതിൻ്റെ പിന്നിൽ, ആരാണ് അതിൻ്റെ പിന്നിൽ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊരു വലിയ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. പക്ഷേ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലമായി ഒരു തരത്തിൽ പറഞ്ഞാൽ മാനിസാറിൻ്റെ അച്ചാച്ചൻ്റെ മരണത്തിന് മുമ്പായിട്ട് തുടങ്ങി വെച്ച ഒരു മാസ്റ്റർ പ്ലാനാണ്. പക്ഷേ മാസ്റ്റർ പ്ലാൻ അതേക്കാലം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പ്രാവശ്യം പോളിംഗ് ശതമാനം ഏതൊക്കെയാലും കൂടുതലുണ്ടാവും. ഞാൻ കാണുന്ന ഒരു 80% കാണും. കാരണം വളരെയധികം ആളുകൾ SIR-മായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മരണമടഞ്ഞവരെ മാറ്റിയിട്ടുണ്ട്, അതുപോലെ ഇല്ലാത്തവരെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഒരു പോളിംഗ് ശതമാനം കൂടുതൽ തന്നെയാകും. മറ്റൊരു സംശയം, ഈ ഡീൽ വിവാദം സജീവമായിരുന്നു കേരള സംസ്ഥാനത്ത് ഇത്തവണ. പാലായിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടായിരുന്നു? അതൊന്നും മറ്റ് 2 മുന്നണികളോട് ചോദിക്കണേ, എനിക്ക് അറിഞ്ഞുകൂടാ. അവരെല്ലാം വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയുടെ പ്രകാരം ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വ്യക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കുക. ചില ഉദാഹരണങ്ങളൊക്കെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ, കിടങ്ങൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് കൃത്യമായി മറനീക്കി പുറത്തു വരും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. സംശയിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അതുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ അതിൻ്റെ ഒരു ട്രയൽ എന്ന നിലയ്ക്കാണല്ലോ ത്രിതല പഞ്ചായത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ കണ്ടത്. അത് ഇവിടെ മാത്രമല്ല, കേരള സംസ്ഥാനത്ത് അത് വ്യക്തമായി ഇടതുപക്ഷം പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെപ്പറ്റി കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ ചോദിക്കുകയുണ്ടായി. പോരാട്ടം LDF UDF ഒക്കെ തന്നെയാണ്. പോരാട്ടം ഉള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് പോരാട്ടം വേണോ വേണ്ടോ എന്നുള്ള ജനങ്ങൾ. താങ്ക് യു വെരി മച്ച്.